ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിക്കെന്ന സൂചന. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ലൈംഗിക ആരോപണത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും. രഞ്ജിത്തിനുമേൽ സമ്മർദ്ദം ഏറി. ഗസ്റ്റ് ഹൌസിലെ ഔദ്യോഗിക വാഹനം മാറ്റി. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ബോർഡും നീക്കം ചെയ്തു. രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് ഉർവശി. ഇത്രയും പേര് പറഞ്ഞ് സർക്കാരിനെ വെട്ടിലാക്കുമ്പോൾ രഞ്ജിത്ത് അതിന് ഇട കൊടുക്കാതെ കുറച്ച് മാറി നിന്ന്, തൽക്കാലത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ ആരോപണങ്ങളെ നേരിട്ടുകൊള്ളാം എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. അന്വേഷിക്കട്ടെ എന്ന മുകേഷ്. രഞ്ജിത്തിനെ പിന്തുണച്ച സജി ചെറിയാനെതിരെ വ്യാപക പ്രതിഷേധം. രഞ്ജിത്തിനെതിരെ പരാതിയില്ലെന്ന് മന്ത്രി. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പില്ല, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. വിമർശനമുയർന്നതോടെ കുറ്റം തെളിഞ്ഞാൽ നടപടിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണവുമായി താരങ്ങൾ. വേട്ടക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് നടി അൻസിബ. ഇത് ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും ഇരയാക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്ത ആള് നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ ആ ആളെ കൊണ്ടുവരികയും അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നടപടി വേണമെന്ന് ഇന്ദ്രൻസ്. സർക്കാരും കോടതിയും പരിഹാരം കാണട്ടെയെന്ന് ഷാജി കൈലാസ്. പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് മുകേഷ്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം ബാലികയെ നാളെ നാട്ടിലെത്തിക്കും. കുട്ടിയുമായി പോലീസ് കേരളത്തിലേക്ക്. വിശാഖപട്ടണം CWCയിൽ നിന്ന് കേരള പോലീസ് കുട്ടിയെ ഏറ്റെടുത്തു. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. മുഴുവൻ ആളുകളെയും വാടക വീടുകളിലേക്ക് മാറ്റി. ദുരന്തബാധിത മേഖലകളിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് മേപ്പാടി സ്കൂളിൽ സൗകര്യം. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിൽ നിർണായകമായി CCTV ദൃശ്യങ്ങൾ. കൊല നടന്ന സെമിനാർ ഹാളിന് സമീപം പ്രതി സഞ്ജയ് റോയ് ഉണ്ടായിരുന്നുവെന്ന ദൃശ്യങ്ങൾ. പ്രതിഷേധം തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ. മുഴുവൻ കുറ്റക്കാരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം. ശിഖർ ധവാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെ. ആരാധകർക്ക് നന്ദി അറിയിച്ച് താരം. വാർത്തയിലേക്ക് വിശദമായി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നു. രഞ്ജിത്തിന്റെ ഗസ്റ്റ് ഹൌസിലെ ഔദ്യോഗിക വാഹനം മാറ്റി. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ബോർഡും നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഡാൻ കുര്യനും S വിനേഷ് കുമാറുമുണ്ട്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരിക്കും ഏറ്റവും പ്രധാനമെന്ന് വരുന്നു. എന്താണ് സർക്കാർ തലത്തിലെ നീക്കം? നമുക്കറിയാം, മന്ത്രിമാർ തന്നെ വീണ ജോർജും R ബിന്ദുവും ഉൾപ്പെടെയുള്ളവർ രാജി സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ ഈ നടിയുടെ പരാതി നൽകിയ നടിക്കൊപ്പം എന്ന സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. ആദ്യം പറഞ്ഞത് മന്ത്രി സജി ചെറിയാന് മാറ്റി പറയേണ്ടിയും വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് നീക്കം? രാജി ഇന്ന് തന്നെ ഉണ്ടാകുമോ?
ബംഗാളി നടിയുടെ ഭാഗത്തു നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ വന്ന വിവാദ പരാമർശങ്ങളാണ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമായി രൂപം കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയുടെ കാര്യമുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ മന്ത്രി സജി ചെറിയാൻ രാവിലെ പ്രസ്താവന നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി ആ പരാതിയുമായി നടി മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായി അപ്പോൾ നടപടിയെക്കുറിച്ച് ആലോചിക്കാം. രാജ്യം കണ്ട പ്രഗത്ഭനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് രഞ്ജിത്ത് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ. സ്വാഭാവികമായി അത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുപിടിക്കുകയും തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയാന് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറ്റിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് മന്ത്രിസഭയിലെ തന്നെ 2 വനിതാ മന്ത്രിമാർ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിന് അധിക സമയം ഇനി ഇരിക്കാൻ കഴിയുകയില്ല. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഏറുകയാണ്. രഞ്ജിത്ത് ആ സ്ഥാനത്ത് മാറണമെന്ന ആവശ്യവുമായി അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടലുമായി കടന്നു വരാൻ ഇടയാക്കിയ സാഹചര്യവും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. പ്രതിഷേധം കനക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ അത് സർക്കാരിന് മുഴുവൻ ചീത്തപ്പേരായി മാറും. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി അധികാരത്തിലേറിയ ഒരു സർക്കാരാണ്. ആ സർക്കാർ ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ സർക്കാരിന്റെ സൽപ്പേരിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് കടുപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ അഭ്യൂഹങ്ങൾക്ക് ആക്കം പകരുന്ന തരത്തിലാണ് വയനാട്ടിലെ റിസോർട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ആ റിസോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് മാറ്റുന്ന ഒരു പശ്ചാത്തലം കൂടി വന്നത് ഈ വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം രഞ്ജിത്ത് എവിടേക്ക് യാത്ര ചെയ്താലും അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷ യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനും ഇന്റലിജൻസ് നിർദ്ദേശം നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തുടരുക ഡാൻ. എസ് വിനേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വയനാട്ടിലെ ഗസ്റ്റ് ഹൌസിലാണ് രഞ്ജിത്ത് ഉള്ളത്. ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക വാഹനം പുറത്തേക്ക് പോവുകയും അതിന്റെ ബോർഡുകൾ മാറ്റുകയും ചെയ്തു എന്ന വിവരം പുറത്തു വരുന്നത്. വിനേഷ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, നമ്മളാണ് ആ വാർത്ത പുറത്തുവിട്ടത്. വാഹനത്തിന്റെ ബോർഡ് മാറ്റി ഔദ്യോഗിക വാഹനം പുറത്തേക്ക് പോയി. അതിനുശേഷവും ഇപ്പോൾ സ്ഥിരീകരണമൊന്നും തന്നെ വരുന്നില്ല. രാജിക്ക് സമ്മർദ്ദമുണ്ട്, രാജി ഉടനുണ്ടാകുമെന്ന സൂചനകൾ മാത്രമേ വരുന്നുള്ളൂ. അവിടെ നിന്ന് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രഞ്ജിത്ത് ഗസ്റ്റ് ഹൌസിൽ തന്നെ ഉണ്ട് എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? ഏതെങ്കിലും തരത്തിൽ കൂടുതൽ രാജി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രേണുക, രഞ്ജിത്ത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ രഞ്ജിത്ത് മറ്റേതെങ്കിലും വഴിക്ക് പുറത്തേക്ക് പോയോ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും രഞ്ജിത്ത് ഇന്നലെ വൈകുന്നേരം എത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ ബോർഡും ആ വാഹനത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ രഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ഒരു ഇന്നോവയും അതുപോലെ തന്നെ ഒരു ഓഫ് റോഡിൽ സഞ്ചരിക്കുന്ന ഒരു ജീപ്പും അതുപോലെ മറ്റ് 2 കാറുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. സാധാരണ നിലയിൽ നമുക്കറിയാം രഞ്ജിത്ത് അല്ലാതെ മറ്റാരും അങ്ങനെ അവിടെ വന്ന് താമസിക്കാറില്ല എന്നുള്ളതാണ്. രഞ്ജിത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടെ സുഹൃത്തുക്കൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഇന്നലെ എത്തിയതിന് ശേഷമാണ്, ഇന്ന് രാവിലെയാണ് രഞ്ജിത്ത് അവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിയുകയും അത് മാധ്യമപ്രവർത്തകർ അവിടെ എത്തുകയും ചെയ്തത്. പക്ഷേ ആദ്യം ഇവർ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് പോകാൻ അവിടെ അനുമതി ലഭിച്ചില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയതിന് പിന്നാലെയാണ് പിന്നീട് അവർക്ക് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അനുവദിച്ചത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 1 മണിക്കൂറിലധികം സമയം അവിടെ പ്രതിഷേധവുമായി അവിടെ കുത്തിയിരുന്നു. പിന്നീട് പോലീസ് എത്തി. മേപ്പാടിയിൽ നിന്നുള്ള 3 ജീപ്പിൽ പോലീസ് എത്തിയതിനെ തുടർന്നാണ് പിന്നീട് അല്പസമയത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിച്ച് പോയെങ്കിലും പോലീസ് അവിടെ അധിക സമയവും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം രഞ്ജിത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതിന് തൊട്ട് പിന്നാലെയാണ്
രഞ്ജിത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലുള്ള ബോർഡ്, അതായത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ബോർഡ് അവിടെ നിന്ന് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ അത് നീക്കം ചെയ്യുകയും ഈ ഔദ്യോഗിക വാഹനം അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അധികം ദൂരത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. കാരണം അയാൾ അപ്പോൾ തന്നെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിലെ ആണത് അവിടേക്ക് മാറ്റിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം മറ്റൊരു വാഹനത്തിൽ ഈ ഡ്രൈവർ തിരിച്ചു വരികയും ചെയ്തതാണ്. ഈ മറ്റ് വാഹനങ്ങൾ, ഇപ്പോൾ ഒരു ജീപ്പ്, മറ്റു വാഹനങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. സാധാരണ നമുക്കറിയാം ഇത് റിസോർട്ടായി വാടകയ്ക്ക് കൊടുക്കുന്നതൊന്നുമല്ല, രഞ്ജിത്ത് ഗസ്റ്റ് ഹൗസായി ഉപയോഗിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിത്ത് വാങ്ങിയിരിക്കുന്ന ഒരു ഭൂമിയാണത്. രഞ്ജിത്തും രഞ്ജിത്തിൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് വാങ്ങിയ ഭൂമിയാണത്. അവിടെ ആണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ നിലയിൽ ഈ വാഹനങ്ങളൊന്നും രഞ്ജിത്തിലുണ്ടാകുന്ന സമയങ്ങളിലാണ് സാധാരണ വാഹനങ്ങളൊക്കെ എത്താറുള്ളത്. എന്തായാലും രഞ്ജിത്ത് അതിനുശേഷം ഇനി മറ്റേതെങ്കിലും വഴി, അവിടേക്ക് നേരെ ഉള്ള റോഡ് കൂടാതെ തന്നെ മറ്റൊരു വഴിയിലൂടെ ഒരു സ്റ്റെപ്പുണ്ട്. അതിൽ രഞ്ജിത്ത് നടന്ന് താഴോട്ട് ഇറങ്ങിപ്പോയോ എന്നുള്ളത് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതിലെ പോയി അതിന് ശേഷം ഈ വാഹനം താഴേക്ക് എത്തിച്ചതാണോ, ഈ പ്രതിഷേധമുണ്ടാകുന്ന കണക്കിലെടുത്ത് ബോർഡ് മാറ്റിവെച്ച ശേഷം ആ വാഹനം താഴോട്ട് ഡ്രൈവർ ഇറക്കിയതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ ബോർഡ് മാറ്റിയതോടുകൂടി തന്നെ അത് രഞ്ജിത്തിൻ്റെ ഒരു രാജിയിലേക്കുള്ള സൂചനയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. ആ രീതിയിൽ തന്നെയാണ് അത് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഉടൻ തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രേണുക, രാജി ഉടൻ ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിൽ രഞ്ജിത്തിന്റെ രാജിക്കായി മുറവിളി ഉയർന്നിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോഴൊക്കെ സംരക്ഷണം ലഭിച്ചിരുന്നത് സർക്കാരിൽ നിന്നാണ്. ആ സംരക്ഷണയിലാണ് അദ്ദേഹം ആ പദവിയിൽ തുടർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ബംഗാളി നടിയുടെ ആരോപണത്തിൽ, അതും ലൈംഗിക ആരോപണത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെ വരുന്നു. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ പോലും ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും തുടരുക. രണ്ടുപേരും ചില പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താം. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ്. പ്രതിപക്ഷത്തിന് പുറമെ ഭരണപക്ഷത്തു നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ഇതേ ആവശ്യം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, CPI നേതാവ് ആനി രാജ തുടങ്ങിയവർ രാജി ആവശ്യവുമായി രംഗത്ത് വന്നു. ശ്രീ രഞ്ജിത്ത് എന്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണമെന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. രഞ്ജിത്തിനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉടൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N. അരുൺ ആവശ്യപ്പെട്ടു. പരാതിയുടെ വ്യാപ്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത്യന്തം സങ്കീർണമായ വിഷയമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു അർത്ഥത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. AIYF ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിന്റെ അക്കാദമി ചെയർമാൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ AIYF അഭിപ്രായം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനുചിതമായ പ്രസ്താവനയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം ഇതിനോടൊപ്പം തന്നെ ഞാനും സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ആവശ്യപ്പെടലിന് മുമ്പേ തന്നെ തീരുമാനമെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. AIYF സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N. അരുണാണ് രാജി ആവശ്യവുമായി രംഗത്ത് വന്നത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് അക്കാദമി അംഗം മനോജ് ഖാനയും അഭിപ്രായപ്പെട്ടു. ബംഗാൾ നടിയുടെ ആരോപണം ഗൌരവമുള്ളതാണ്. സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടതെന്നും മനോജ് ഖാന പറഞ്ഞു. അല്ല, ആരോപണം വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. എത്രയോ വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സിനിമയുടെ പേരും അതിൻ്റെ ഡയറക്ടറുടെ പേരും എല്ലാം വളരെ കൃത്യമായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായി തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി വന്ന സ്ഥിതിക്ക് ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ അത് തെളിയിക്കപ്പെടട്ടെ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് ശ്രീമാൻ രഞ്ജിത്ത് സാറാണ്. അദ്ദേഹം ഇനി ഇത് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്.
അതിലിപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. രേഖാമൂലം പരാതി ലഭിക്കാതെ രഞ്ജിത്തിനെതിരെ നടപടിയില്ലെന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുക്കാനാകില്ലെന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കണം. അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിക്കോ, മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കുന്നത്. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ല. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും. രഞ്ജിത്തിനെ ന്യായീകരിച്ചതിലൂടെ സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധത വ്യക്തമായെന്നും സജി ചെറിയാൻ രാജിവെക്കണമെന്നും നടി സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു. വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി മന്ത്രി സജി ചെറിയാൻ രംഗത്തു വന്നു. തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ലെന്നും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ മന്ത്രിയുടെ പിന്നീടുള്ള വിശദീകരണം. ബംഗാളി നടിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി വീണ ജോർജും ആരോപണത്തിൽ നിജസ്ഥിതി പരിശോധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പരാതി വിടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും. അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യമേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ. ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള വിഷയങ്ങളിൽ അതിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് പോവുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പരാതി, ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിന്റെ ശരിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടെല്ലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് WCCക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ WCCയുമായിട്ട് ആദ്യം ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മന്ത്രി സജി ചെറിയാന്റെയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെയും രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്. വയനാട് മുട്ടിലെ രഞ്ജിത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്. മന്ത്രി സജി ചെറിയാന്റെ വസതിക്ക് മുന്നിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഔദ്യോഗിക വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ചെങ്ങന്നൂരിൽ BJP പ്രവർത്തകരും മന്ത്രിയുടെ കോലം കത്തിച്ചു.
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബീം വർക്കിയാണ് പരാതി നൽകിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് നടി ഉർവശി ആവശ്യപ്പെട്ടു. ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും ദുരനുഭവം നേരിട്ട നടിക്കൊപ്പം സർക്കാർ നിൽക്കണമെന്നും ഉർവശി പറഞ്ഞു. ന്യൂസ് 18നോടായിരുന്നു ഉർവശിയുടെ പ്രതികരണം. ഒരു സ്ത്രീക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വന്നൊരു നടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു ഗുരുതര പ്രശ്നമായിട്ട് കണക്കാക്കണമെന്ന് തന്നെയാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തമിഴിലുള്ള പല ആർട്ടിസ്റ്റുകളും, ഞാൻ തമിഴും തെലുങ്കും കന്നഡമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഓരോ സംസ്ഥാനത്ത് നിന്നുള്ളവർ എന്നെ ഫോൺ ചെയ്യുകയും ഇതെന്താ ഇതിങ്ങനെ, നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്ന് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങളൊക്കെ ഇത്രയും വർഷം എങ്ങനെ ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികം. മറ്റ് മാധ്യമപ്രവർത്തകരും ചോദിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളും അവരോട് പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അതിന് നല്ല നടപടി കൈക്കൊള്ളും എന്നാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും പേര് പറഞ്ഞ് സർക്കാരിനെ വെട്ടിലാക്കുമ്പോൾ രഞ്ജിത്ത് അതിന് ഇട കൊടുക്കാതെ കുറച്ച് മാറി നിന്ന്, തൽക്കാലത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ ആരോപണങ്ങളെ നേരിട്ടുകൊള്ളാം എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. രഞ്ജിത്ത് അന്വേഷണം നേരിടണമെന്ന് നടി ഉഷ. പരാതി നൽകാൻ നടി തയ്യാറാകണം, ഇല്ലെങ്കിൽ ആരോപണം മാഞ്ഞു പോകും. വനിതകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നവരെ താരസംഘടന മുന്നോട്ട് കൊണ്ടുവരണം. ജഗദീഷ് പറഞ്ഞതിൽ സന്തോഷം തോന്നിയെന്നും ഉഷ പറഞ്ഞു. ആ സാഹചര്യം നേരിട്ട് അനുഭവിച്ച സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത്, ഹേമ കമ്മിറ്റിയിലും പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ബംഗാളി ആക്ട്രസ് പറഞ്ഞതും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബൈറ്റും അദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡും ഞാൻ കേട്ടതാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്ന് വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആൾ മാറുന്ന അന്വേഷണത്തിന് നേരിടണം. അവർ പരാതി കൊടുക്കണം, അന്വേഷണത്തിന് നേരിടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജഗദീഷ് ചേട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ജഗദീഷ് ചേട്ടൻ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക. എന്ത് കാര്യം എടുത്താലും ജഗദീഷ് ചേട്ടൻ അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒരു പ്രസ്താവന ഭയങ്കര സന്തോഷം തോന്നി. നേരെ വിപരീതമായിട്ടാണ് ജഗദീഷ് ചേട്ടൻ സംസാരിച്ചത്. രഞ്ജിത്തിനെ തള്ളാതെ സംവിധായകൻ ഷാജി കൈലാസ്. ആരോപണത്തിൽ സത്യം എന്തെന്നറിയില്ല, ഇക്കാര്യത്തിൽ രഞ്ജിത്ത് പ്രതികരിച്ചു കഴിഞ്ഞു. നിയമത്തിന് മുൻപിൽ വരുമ്പോഴാണ് കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കുകയെന്നും ആരോപണങ്ങൾ അന്തരീക്ഷത്തിലാണെന്നും ഷാജി കൈലാസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ എന്ത് പ്രതികരിക്കുക, അയാളല്ലേ പ്രതികരിച്ചു, അയാൾ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ സാർ. പരാതി ഞാൻ ഇതാണ് പറയുന്നത്, എനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ആരെന്താണ്, നമുക്ക് സത്യം എന്താണ്, നല്ലത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരുമ്പോൾ എന്നൊരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴല്ലേ ഇത് ക്ലാരിറ്റി കറക്റ്റ് ആവുള്ളൂ. അല്ല ഇപ്പോൾ എല്ലാം എയറിലല്ലേ, ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ലാൻഡ് ചെയ്യട്ടെ, ലാൻഡ് ചെയ്തിട്ട് ആരുടെ പേരിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കട്ടെ, കേസ് കൊടുക്കും തിരിച്ച് കേസ് കൊടുക്കട്ടെ, അങ്ങനെ കേസുകളായിട്ട് വരട്ടെ. ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞത് സംഭവം എന്താണ് സംഭവം എന്ന് പിടിയും കിട്ടില്ല. എന്തൊക്കെയോ സംഭവം നടക്കുന്നു, എല്ലാവരും പ്രശ്നത്തിലായിരിക്കുകയാണ്, എന്താണെന്ന് പിടിയില്ല. സിനിമയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ കൂടുതൽ നടിമാർ രംഗത്തേക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. സിനിമയിലെ ദുരനുഭവം വെളിപ്പെടുത്തി നടി സോണിയ. സെറ്റിൽ വെച്ച് യുവനായകൻ കയറി പിടിച്ചു. ഗീതാഞ്ജലിയുടെ സെറ്റിൽ വെച്ച് ഹാസ്യനടനിൽ നിന്നും ദുരനുഭവമുണ്ടായെന്നും സോണിയ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും
സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുമെല്ലാം വലിയ വിവാദമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ചെറുതെങ്കിലും നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള സോണിയ മൽഹാറാണ്. സോണിയയുടെ ഒരു ചലച്ചിത്രാനുഭവം, ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിരവധി. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തുടക്കം തന്നെ നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കുറ്റബോധം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. പലതും തുറന്നു പറയേണ്ട അവസരങ്ങളിൽ അത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ സംവിധായകൻ, അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടമാണ്. ഇപ്പോൾ WCC മെമ്പറായിട്ടുള്ള ഒരു ലേഡി അഭിനയിച്ചുകൊണ്ടിരുന്ന വലിയൊരു പടമാണ്. ആ പടത്തിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം, അത് എനിക്ക് എന്റെ അടുത്തല്ല, എന്റെ കൂടെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 18, 19 ആ ഏജിലുള്ള കുറച്ച് കുട്ടികളായിരുന്നു. അപ്പൊ ഈ കുട്ടികളെ ആ സംവിധായകൻ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതും, അപ്പൊ ആ കുട്ടികൾ എന്നോട് അത് തുറന്നു പറയുകയും ഞാൻ ആ കുട്ടികളോട് ഒരിക്കലും കാരണം നിങ്ങൾ ചെറിയ മക്കളാണ്, ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത്, ഇതിപ്പോ തന്നെ സംവിധായകനോട് പറയണം, വേഷമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇപ്പോഴേ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആ കുട്ടികളെ ഉപദേശിക്കുകയും ഈ കുട്ടികൾ അത് സംവിധായകനോട് പറയുകയും അത് ഞാൻ കാരണമാണ് അയാൾക്ക് അത് നടക്കാത്തതെന്നുള്ള ഒരു ദേഷ്യം ഇന്നും അമർഷമായിട്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ ഈ ഒരു കാരണം നിമിത്തമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കാണുമ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു വേറൊരു ലൊക്കേഷനിൽ വന്നത്. അദ്ദേഹം വളരെ ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും എനിക്ക് കിട്ടുന്ന അവസരങ്ങളായാലും പല ഇതും ഇല്ലാതാക്കുകയുമാണ് ആ സംവിധായകൻ ചെയ്തത്. ആ സെറ്റിൽ പിന്നീട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അടുത്ത് മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചു, അതായത് ഷൂട്ട് തുടങ്ങിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ്. പക്ഷെ അതിന്റെ റിയാക്ഷൻ മുഴുവൻ എനിക്ക് അഭിനയിക്കേണ്ടി വന്ന എന്റെ സീൻ ആരോ നേരത്തെ മീഡിയയിൽ സംസാരിച്ചിരുന്നു, അവരെ കൊണ്ട് എത്രയോ ടേക്ക് എടുപ്പിച്ചു എന്നുള്ളത്. അത് വാസ്തവം തന്നെയാണ്. കാരണം രാത്രി നമ്മൾ സഹകരിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്നു ഫുഡിനും അക്കോമഡേഷനും നമുക്ക് പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇറങ്ങിയ സമയത്ത് ഏകദേശം 10 വർഷമാവുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് ടേക്ക് കൂടുതൽ എടുപ്പിക്കുകയും എല്ലാവരുടെ മുമ്പിൽ മിനിമം ഏതൊരു പടമാണെങ്കിലും 50 പേര് കുറയാത്തൊരു യൂണിറ്റ് അംഗങ്ങൾ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നന്നായിട്ട് ഒന്നുകിൽ അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ റീടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. ഇപ്പൊ ജൂനിയർ ആയിട്ടും അല്ലെങ്കിൽ തുടക്കക്കാരാകുമ്പോൾ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം പോയി നമ്മളെ മനസ്സും നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കളയുന്ന രീതിയിൽ വരെ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യാം. കൂടുതൽ നടിമാർ തങ്ങളുടെ അനുഭവം പുറത്തു പറയുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകളുണ്ടെങ്കിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്ന് അൻസിബ ഹസൻ ന്യൂസ് 8നോട്. മറ്റ് കേസുകളിൽ കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും അൻസിബ ഹസൻ ന്യൂസ് 8നോട് പറഞ്ഞു. ഇത്തരം ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതവും നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു കമ്മിറ്റി വരേണ്ടി വന്നു അത് പുറത്ത് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ ഇത് വന്നിട്ട് പോലും ഒരു 5 വർഷത്തിന് അടുത്തെടുത്തു ഇതൊന്ന് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഡിലേ ആണ് വന്നിരിക്കുന്നത് ഇത് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ആദ്യത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം. വ്യക്തമായ തെളിവുകളും രേഖകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് എന്താണ് തെറ്റുള്ളത്? ഇവിടെ എല്ലാവർക്കും സമത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള അക്യൂസ്ഡിന്റെ പേരുകളൊക്കെ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു റിപ്പോർട്ടിൽ അവർക്ക് കൃത്യമായ രേഖകൾ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ പറയുന്നത് ഇത് ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും ഇരയാക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്ത ആള് നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ ആ ആളെ കൊണ്ടുവരികയും അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. കാരണം കേരളത്തിൽ ഇത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒരു മാതൃകയാണ് കേരളം കാണിച്ചു കൊടുക്കുന്നത്. ചില സെറ്റുകളിലായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സെറ്റുകളിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള
ഇങ്ങനെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് നമ്മുടെ ഒരു ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ഒരു സിനിമ സെറ്റിലുള്ളത് അത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ഒരു സിനിമ സെറ്റിൽ ഉണ്ടായിരിക്കണം, ബേസിക് ആയിട്ട് ഇത്രയും എമ്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റൂള് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ പവർ ഗ്രൂപ്പിനൊന്നും നിലനിൽക്കാനാവില്ല എന്ന് നടനും MLA-യുമായ M. മുകേഷ്. ഒരു പവറുമില്ലാത്ത ചെറിയ പയ്യന്മാരുടെ ചിത്രങ്ങൾ വരെ വിജയിക്കുന്നു. കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും. രഞ്ജിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ സിനിമയിലുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്നും മുകേഷ് പറഞ്ഞു. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് നടൻ ടിനി ടോമും. നിലവിൽ പുറത്തുവരുന്ന കുറേ കാര്യങ്ങൾ സാങ്കല്പികം മാത്രമാണ്. അമ്മ എക്സിക്യൂട്ടീവ് ഉടൻ ചേരുമെന്നും വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്നും ടിനി ടോം പറഞ്ഞു. അമ്പലപ്പറമ്പിൽ നിന്നും പള്ളിപ്പറമ്പിൽ നിന്നും പരിപാടികൾ നടത്തി വന്നതാണ്. എനിക്ക് പോലും അവിടെ കൃത്യമായിട്ടുള്ള സ്ഥാനവും ഇതും തരുന്നുണ്ട്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടല്ലേ ഇല്ല. എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാള് പുറത്തുനിന്ന് വന്നു ഈ സിനിമാ സംഘടന എന്ന് പറയുന്ന സ്ഥലത്ത് 500ഓളം പേരിൽ ഒരു 17 പേരിലെ ഒരുവനായിട്ട് ഇപ്പൊ 6 വർഷം ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഇരുന്നു. വീണ്ടും എന്നെ തെരഞ്ഞെടുത്തു. അവിടെ ഒരു ഗ്രൂപ്പൊന്നുമില്ല. അവിടെ എനിക്ക് ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ സാങ്കല്പികമാണ് കുറെ കാര്യങ്ങളൊക്കെ. അവിടെ എല്ലാവർക്കും ഈക്വൽ സ്ഥാനമാണ്. എന്നെ പോലെ വളരെ ചെറിയ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് അവിടെ ആ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അറിയാലോ, നമ്മളൊരു പവർ ഗ്രൂപ്പിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ കുടുംബങ്ങളിൽ നിന്നും വന്നതല്ലേ, സാധാരണ കുടുംബത്തിൽ നിന്ന്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് തന്നെ സ്റ്റേജിലെ ആർട്ടിസ്റ്റുകൾ. ഇപ്പൊ ആദർശമുണ്ട്, നമ്മൾ സ്റ്റേജ് ഷോസിൽ നിന്ന് വന്നത്. അവർക്ക് പോലും അത്രയും സ്ഥാനം തരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ഈ നിഗൂഢതയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് അവർക്കുള്ളല്ലോ, അത് വ്യക്തിപരമാണ്. വേറൊന്നും പറയാനില്ല. അല്ല, വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഇനി എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം അതിനുള്ള തീരുമാനം ഒരുമിച്ച് വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പറയില്ല. സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞില്ല. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഏത് മേഖലയിലാണെങ്കിലും അതിൽ നടപടി വേണമെന്ന് നടൻ ഇന്ദ്രൻസ്. പരാതികളുണ്ടെങ്കിൽ അന്വേഷിക്കണം, ആർക്കെതിരെയും എന്തും പറയാമെന്നായിരുന്നു രഞ്ജിത്തിനെതിരായ ആരോപണത്തിനുള്ള ഇന്ദ്രൻസിന്റെ മറുപടി. ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം. അല്ലേ, പിന്നെ നല്ലതല്ലേ. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി. അല്ല, ചലച്ചിത്ര അക്കാദമിയുടെ എതിർസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയാമല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നതും അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച് നേർസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരൽ ചൂണ്ടുമ്പോഴല്ലേ. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരും കോടതിയും പരിഹാര നടപടികൾ കൈക്കൊള്ളുമെന്ന് സംവിധായകൻ ഷാജി കൈലാസ് ന്യൂസ് 8നോട്. അതുവരെ സാവകാശം കാണിക്കണം, പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുമെന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകളുടെ പ്രതികരണം വൈകിയതിൽ ഷാജി കൈലാസിന്റെ മറുപടി. റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ടെന്നും എല്ലാവരും പ്രശ്നത്തിലായിരിക്കുകയാണെന്നും ഷാജി കൈലാസ് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അവരുടെ വിരൽ ചൂണ്ടും. അതാണ് ഇപ്പോൾ കുഴപ്പം. ഇതൊരു ക്ലാരിഫൈ ചെയ്യേണ്ടതും ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതും ഈ റിപ്പോർട്ട് കൊടുത്തവരും ഇത് മേടിച്ചവരുമാണ്. സാർ, അഭിപ്രായം പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്നലെ അമ്മ എന്തോ പത്രസമ്മേളനം നടത്തിയെന്ന് വെച്ചോളൂ. അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എടുത്ത് വായിക്കാൻ പറ്റുമോ ഫോണിനകത്ത്? ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം അഭിനയിച്ചാണ്. അദ്ദേഹം പറയണ്ടേ, ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സംശുദ്ധിയോടെ അതിനടുത്ത് മൂവ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതേപോലെ പറഞ്ഞു. അപ്പൊ അതുപോലും പറയാനിപ്പോ നാം പറയുന്നത് എല്ലാം നമ്മൾ പേടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നിലയിലാവുമെന്നാണ് എല്ലാവരും പേടിച്ചിരിക്കുന്നത്. ഇപ്പോ സാർ, നെഗറ്റീവ് അല്ലേ പറയുന്നത്? ഒരാൾ എത്രത്തോളം നെഗറ്റീവ് താങ്ങും? നമ്മൾ അങ്ങ് അയാളെ ഇല്ലാതാക്കിയില്ല, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായിട്ടും കോടതിയുണ്ട്, സർക്കാരിന്റെ സപ്പോർട്ടുണ്ട്.
എല്ലാം കൂടെ ചെയ്തിട്ട് ഇത് ക്ലിയർ ആകും എന്നാണ് തോന്നുന്നത്. എല്ലാം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഒരു സ്റ്റോപ്പ് ചെയ്യണ്ടേ? അതെ, അത് ചെയ്യണം. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തോന്നിയിട്ടില്ല എന്നും ഷാജി കൈലാസ്. മോഹൻലാലും സുരേഷ് ഗോപിയും ഒത്താണ് കൂടുതൽ സിനിമകൾ ചെയ്തതെന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഷാജി കൈലാസ് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഗ്രൂപ്പേ നമ്മൾ പണ്ടത്തെ പോലെയല്ല. മിക്ക ഡയറക്ടർ നായകന്മാരും പ്രൊഡ്യൂസേഴ്സാണ്, അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ ടിക്കറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. പക്ഷേ ഈ പവർ ഗ്രൂപ്പ് മറ്റേ സംഭവം അങ്ങനെ ഇതുവരെ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. എന്താ പറയുക, നമ്മളെ ഫീൽ ചെയ്തിട്ടില്ലെന്നുള്ളത് നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഞാൻ 6-7 വർഷമായി ഈ മലയാള സിനിമ ചെയ്തിട്ട്. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ സിനിമയായാലും ശരി, മോഹൻലാൽ സിനിമയിൽ, സുരേഷ് ഗോപി സിനിമകളാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ആ സിനിമകൾ നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതിജീവന പാതയിലാണ് വയനാട്. തിങ്കളാഴ്ച ദുരന്ത മേഖലകളിൽ സ്കൂളുകൾ തുറക്കും. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. മുഴുവൻ ആളുകളെയും വാടക വീടുകളിലേക്ക് മാറ്റി. നേരത്തെ മന്ത്രി കെ രാജൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് മുഴുവൻ ആളുകളെയും വാടക വീടുകളിലേക്ക് മാറ്റിയത്. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. സ്കൂളുകൾ, ദുരന്ത മേഖലയിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് മേപ്പാടി സ്കൂളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇനി 3 കുടുംബങ്ങൾ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മേപ്പാടിയിലെയും കൽപ്പറ്റയിലെയും റിപ്പണിലെയും എല്ലാം തന്നെ കോട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 30-ാം തീയതി ആണ് 30-ാം തീയതി പാതിരയോടുകൂടിയാണ് വലിയ ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി ആളുകൾ മരിച്ചു. ഇപ്പോഴും 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. എന്തായാലും അതിൻ്റെ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഭാഗികമായുള്ളൊരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ യഥാസമയം അവർ വാടക വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റും സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി എത്തിച്ചു നൽകുന്നുണ്ട് എന്നും മന്ത്രി രാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറക്കും. അതായത് ഈ വെള്ളരിമലയിലെ സ്കൂളിലുള്ള വെള്ളാർമല സ്കൂളിലുള്ള കുട്ടികളെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കൊണ്ടുവരുന്നത്. മുഴുവൻ കുട്ടികൾക്കും അവിടെ നിന്ന്, അതായത് ഇപ്പോൾ വാടക വീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിന് KSRTC സർവീസ് സൗജന്യമായി കുട്ടികളെ എത്തിക്കും. അതിന് പ്രത്യേകം KSRTC സർവീസുകൾ തുടങ്ങും എന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി ഏതാണ്ട് തീരുകയാണ്. അതായത് നമുക്കിപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 കുടുംബങ്ങൾ കൂടി പോയാൽ നമുക്ക് ക്യാമ്പുകൾ പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. വേറെ പ്രയാസം ഉണ്ടാകില്ല. ഈ തിങ്കളാഴ്ച മുതൽ മറ്റന്നാൾ മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. ഒപ്പം തന്നെ സെപ്റ്റംബർ 2-ന് വയനാട് ജില്ലയിൽ ഒരു സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കാരണം വയനാട് വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിലെത്താൻ അവരെ താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ജനപ്രതിനിധികളും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. അതിൽ മേപ്പാടി സ്കൂളിലായിരിക്കും പ്രധാന പരിപാടികൾ. ഒപ്പം തന്നെ ഈ വെള്ളാർമല സ്കൂളിലുള്ള അധ്യാപകരെ പുനർവിന്യസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ തന്നെ ഉണ്ടാവും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ താൽക്കാലിക പുനരധിവാസം, അതായത് ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റിയത്. ഇവർക്ക് 6,000 രൂപ സർക്കാർ നൽകുന്നുണ്ട് വാടക ഇനത്തിൽ. അത് ഈ ശാശ്വതമായ പുനരധിവാസം നടക്കുന്നതുവരെ ആ തുക നൽകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതായത് ഈ ഉരുൾപൊട്ടലിൽ ഇവർക്ക് നഷ്ടപ്പെട്ട രേഖകളും മറ്റും സംഘടിപ്പിക്കുന്നു. ആ രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് യഥാസമയം ഓരോ വകുപ്പ് മേധാവികളുമായി സംസാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉൾപ്പെടെ ഉണ്ടാവും. എന്തായാലും സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. വയനാട് പഴയ രീതിയിലേക്ക്, സാധാരണ നിലയിലേക്ക് പോകുന്നു. എങ്കിലും ഭയം ഇപ്പോഴും കുട്ടികൾക്കുള്ളിലുണ്ട്, അതുപോലെ തന്നെ വലിയ ആളുകൾക്കിടയിലുമുണ്ട്. അത് കൃത്യമായുള്ള കൗൺസിലിങ്ങും മറ്റും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾ സ്കൂളിലെത്തുന്നതോടുകൂടി
കൂടുതൽ അവരുടെ മാനസിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. മറ്റു കുട്ടികളുമായി മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാനസിക നിലയിൽ ഉൾപ്പെടെ മാറ്റം വരും എന്ന് തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും KSRTC സൗജന്യ സർവീസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. കുട്ടികൾക്കെല്ലാം തന്നെ സ്കൂളിലെത്തുന്നതിനുള്ള ഈ വെള്ളാർമല സ്കൂളിൽ നമുക്കറിയാം, വെള്ളാർമല സ്കൂൾ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. അവിടുത്തെ കുട്ടികൾ, അവിടുന്ന് നിരവധി കുട്ടികൾ 38 കുട്ടികളെ നഷ്ടപ്പെട്ടതാണ് നമുക്ക്. എന്തായാലും ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ അവർക്ക് മറ്റു കുട്ടികളുടെ കൂടെ, മേപ്പാടിയുള്ള ഹൈസ്കൂളിലുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നത്. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വയനാടിനായുള്ള മെമ്മോറാണ്ടം സമർപ്പിച്ചു എന്ന മന്ത്രി കെ രാജൻ. എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും 1202 കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് കാണിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ മെമ്മോറാണ്ടം കൊടുത്തു പോകുന്നതാണ്. ഇപ്പോൾ 18-ാം തീയതി കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്. മെമ്മോറാണ്ടം കേരളം ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു. 4 ദിവസം മുമ്പ് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. ആരംഭിച്ച വിധത്തിൽ എല്ലാ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം കേരളം ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ഓണത്തിന് പുലിക്കളി നടത്താൻ തീരുമാനിച്ച തൃശൂർ കോർപ്പറേഷൻ സംഘാടക കാര്യങ്ങൾക്കായി പുലിക്കളി സംഘങ്ങളുടെ യോഗം വിളിക്കാനും കോർപ്പറേഷൻ യോഗത്തിൽ തീരുമാനമായി. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് BJP കൌൺസിലർമാർ പുലികളുടെ മുഖംമൂടി ധരിച്ച് കൌൺസിൽ യോഗത്തിന് എത്തി. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്നു. കുറ്റക്കാരായ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. കുറ്റകൃത്യം നടന്ന ഓഗസ്റ്റ് 9 പുലർച്ചെ പ്രതി സഞ്ജയ് റോയ് ആർജിക്കർ ആശുപത്രിയുടെ സെമിനാർ ഹാളിന് സമീപം നിൽക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. അസമിലെ നാഗാവിൽ കൂട്ടബലാത്സംഗ കേസിലെ പ്രതി മരിച്ച നിലയിൽ. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുളത്തിൽ വീണ് മുങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. പുലർച്ചെ 3:30 കുറ്റകൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനിടെയായിരുന്നു സംഭവം. SDRFന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് 14-കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ബലാത്സംഗ കേസിൽ JDS നേതാക്കളായ പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവ് HD രേവണ്ണയ്ക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലാണ് പ്രജ്വലിനെതിരെയുള്ള 4 കേസുകളിൽ 1-ൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2000-ലധികം പേജുകളുള്ള കുറ്റപത്രത്തിൽ 150-ലധികം പേരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൊളനസരിപുര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഇന്ത്യൻ താരം ശിഖർ ധവാൻ സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശം വഴിയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ആരാധകർക്ക് നന്ദിയും പറഞ്ഞു. 2022 ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പരയിലാണ് ധവാൻ അവസാനമായി കളിച്ചത്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും വേഗം സെഞ്ചുറി നേടിയതിന്റെ റെക്കോർഡ് ഏറെ നാൾ ശിഖറിന്റെ പേരിലായിരുന്നു. 2013-ൽ 85 ബോളിലാണ് ശിഖർ ധവാൻ സെഞ്ചുറി നേടിയത്. ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രിക ദേശവിരുദ്ധമെന്ന് കെ സുരേന്ദ്രൻ. കശ്മീരിന് സ്വയം ഭരണത്തിന് പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന പ്രകടന പത്രികയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ നാഷണൽ കോൺഫറൻസിന്റേത്. കോൺഗ്രസും ഇടതു പാർട്ടികളും നിലപാട് വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ കക്ഷികളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആഘോഷങ്ങൾക്ക് ആവേശം ഒട്ടും ചോരാതെ അഷ്ടമിരോഹിണി ഉത്സവം ഗംഗേമമാക്കാൻ ഒരുങ്ങുകയാണ് കൊല്ലം കൊട്ടാരക്കര കുലശേഖര നെല്ലൂർ ക്ഷേത്ര ഭരണസമിതി. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. അഷ്ടമിരോഹിണി നാളിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് കൊട്ടാരക്കര കുലശേഖര നെല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്ന് നമുക്ക് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെ ഒരുക്കിയിരിക്കുന്നത്? ഈ വർഷം വ്യത്യസ്തമായി, പതിവിൽ നിന്ന് വിപരീതമായി, മുൻകാലങ്ങളിൽ ഒരു കമ്മിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റി, ഉപദേശസമിതി ഒരു 6 മാസമായി അധികാരത്തിൽ വന്നിട്ട് അതിൻ്റെ മുന്നോടിയായി ഈ ക്ഷേത്രത്തിൽ, ഇതൊരു പുരാതനമായ ക്ഷേത്രമാണ്. പുരാതനം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ
ഇവിടെ ശീവേലിയും മറ്റേ എല്ലാമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷേ കാലക്രമേണ അത് ജീർണതയിലായിപ്പോയി. തിരിഞ്ഞ് നോക്കാൻ ആളുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ ഒരു 6 മാസം മുമ്പ് ഒരു കമ്മിറ്റി ഉപദേശസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തത്. അങ്ങനെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദശാവതാര ചാർത്ത്, ക്ഷേത്രത്തിൻ്റെ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ദശാവതാര ചാർത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഏകാദശി, അതുപോലെ എല്ലാ മാസവും രോഹിണിക്ക് പ്രസാദകൂട്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. പ്രസാദകൂട്ട് എല്ലാ മാസവും രോഹിണിക്ക്, ഭഗവാന്റെ നാളായ രോഹിണി ദിവസം പ്രസാദകൂട്ട് എന്ന് പറയുന്നത് പടച്ചോറ്, ചമ്മന്തി, അവിയൽ, രസം, മോര്, ഉപ്പുമാങ്ങ ഇങ്ങനെ തുടങ്ങി പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഒരു പ്രസാദകൂട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അന്നേ ദിവസം വലിയ തിരക്കാണ് രോഹിണി ദിവസം. അതുപോലെ ഭഗവാന്റെ ഏകാദശി, മാസത്തിലെ 2 ഏകാദശിയും വിശേഷ ദിവസമായി ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ വിശേഷ ദിവസങ്ങളെല്ലാം ഇപ്പോൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഭക്തജന പങ്കാളിത്തം നമുക്ക് തീർച്ചയായും ഇവിടെ കാണാൻ കഴിയും. ഒരു ജീർണതയിൽ നിന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ വയനാട് ദുരന്തം വന്നതുകൊണ്ടാണ് ഉപദേശസമിതി 5 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തം വന്നതുകൊണ്ട് അത് 3 ദിവസമായി ചുരുക്കുകയും 3 ദിവസം ചുരുക്കിയത് കൊണ്ട് 2 ദിവസം ചെറിയ രീതിയിൽ രാവിലെ പ്രഭാത ഭക്ഷണവും അങ്ങനെയുള്ള 2 ദിവസത്തെ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ 2 ദിവസവും 24, അതായത് ആഗസ്റ്റ് 24, 25 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും, അഷ്ടമിരോഹിണി ദിവസമായി 26-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് 7:30 മണിക്ക് തുടങ്ങുന്ന പ്രഭാത ഭക്ഷണം വരുന്ന മുഴുവൻ ആളുകൾക്കും, അത് വിനായക സജിത് കുമാറിൻ്റെ വക വഴിപാടായിട്ടാണ് ഏറ്റവും വരുന്ന എല്ലാവർക്കും രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 10 മണിക്ക് കളഭാഭിഷേകം, ഭഗവാന് കളഭം ചാർത്തി എല്ലാ ദീപാരാധനയോട് കൂടിയുള്ള കളഭാഭിഷേകം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിൻ്റെയും 10ഓളം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ആ പൂജകൾ നടക്കുന്നത്. അതിനൊക്കെ വളരെ ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും 12 മണി മുതൽ ഇവിടുത്തെ പ്രമുഖ പാചകവേദത്തിനായ ശ്രീ അർപ്പര ബാലേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നാൾ രോഹിണിയാണ്, അദ്ദേഹമാണ് എല്ലാ മാസത്തെയും രോഹിണിയും ഈ അഷ്ടമരോഗത്തിൻ്റെ അന്നദാനവും ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് 5 മണിക്ക് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നിരുന്ന ബാലഗോകുലം ഘോഷയാത്ര ടൗൺ ചുറ്റി, അതായത് ഗണപതിയമ്പലത്തിലെ സന്നിധിയിൽ നിന്ന് ഉറിയടിയോടുകൂടി ആരംഭിച്ച് ടൗൺ ചുറ്റി വരുന്ന ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര 6:45 ഇവിടെ എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേരുമ്പോൾ മഹാദീപാരാധനയും അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാൽപ്പായസം, അത് വ്യത്യസ്തതയാർന്ന പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം പോലെയുള്ള രീതിയിൽ വെക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള പാൽപ്പായസം വരുന്ന കുട്ടികൾക്കെല്ലാം ഭഗവാന്റെ പ്രസാദമായി കൊടുക്കുവാനാണ് തീരുമാനിച്ചത്. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം ഒരു ഭജൻസ്, നന്ദഗോവിന്ദം ഭജൻസ്, ഒരു വലിയ ട്രൂപ്പാണ്, 10-15 പേരടങ്ങുന്ന ഒരു ഭജന ട്രൂപ്പാണ്, കോട്ടയത്തുള്ളതാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭജൻ ഇവിടെ നെടുത്തൂർ പരമേശ്വരൻ പിള്ളച്ചേട്ടൻ്റെ മകൻ ദീപക് കുമാറാണ് വഴിപാടായി സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് 108 കലശം, ഇവിടേക്ക് കലശം നടത്താറുണ്ട്, പക്ഷേ എങ്കിലും ഇപ്രാവശ്യം നമ്മൾ തുടക്കം എന്ന രീതിയിൽ 108 അത് അടുത്ത വർഷം മുതൽ അതിന് 10 മടങ്ങായുള്ള പൂജകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിലാണ്. 12 മണിക്ക് കൃഷ്ണൻ്റെ അവതാര പൂജയും മഹാദീപാരാധനയും രാത്രി 12 മണിക്ക് അഷ്ടമരോഹിണി ദിവസം നടത്തപ്പെടുന്നു. അന്ന് രാത്രി വരുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണവും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അഷ്ടമരോഹിണി ദിവസമായ അന്നത്തെ കാര്യങ്ങൾ, ഇങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് സന്തോഷം അറിയിക്കുകയാണ്. മറ്റു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇതുവരെ എല്ലാ ക്രമീകരണങ്ങളും നടന്നിരിക്കുകയാണ്. ഈ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ദീപാലങ്കാരം ചന്തമുക്ക് ടൗൺ ചുറ്റി നല്ല ദീപാലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. ഉറിയടി, അന്നദാനം, അതുപോലെ തന്നെ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള വിപുലമായ ചടങ്ങുകളാണ് ഈ ഉത്സവാന്തരീക്ഷത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. നടൻ സിദ്ദിഖിന്റെ ആത്മകഥ അഭിനയമറിയാതെ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. ലിപി പബ്ലിക്കേഷനാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ജീവിതവും സിനിമയും സമ്മാനിച്ച അനുഭവങ്ങളാണ് പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിന്റെ ചിത്രം സിദ്ദിഖ് ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചു. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കൂടുതൽ അവസരമൊരുക്കാൻ നോർക്കയുടെ ഇംഗ്ലീഷ് ഭാഷാ പരിശീലന പദ്ധതി. ഇതിന്റെ ഭാഗമായി ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിന് നേതൃത്വം നൽകുന്ന ഓക്സ്ഫോർഡ് ഏജൻസിയായ ബോക്സ്വിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി നോർക്ക ധാരണാപത്രം ഒപ്പുവെച്ചു. ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പാർട്ണറായി ഇതോടെ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് മാറി. നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കാളശ്ശേരിയും OET ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ ആദം ഫിലിപ്സുമാണ് ധാരണാപത്രം കൈമാറിയത്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യമേഖലയിലെ പ്രൊഫഷണലുകൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കല്യാൺ സിൽക്സിന്റെ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസോ ഷോറൂം പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ
പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്ക് ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 5 വർഷം കൊണ്ട് 60 പാസ്പോർട്ട് ഷോറൂമുകൾ തുറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. വൈകാതെ ലോക വിപണിയിലേക്കും പ്രവേശിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കല്യാൺ സിൽക്സ് ഫാഷോ ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർദ്ധനി പ്രകാശ്, മധുമതി മഹേഷ് എന്നിവർ പങ്കെടുത്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 9ാമത് ഷോറൂം മണ്ണാർക്കാട് പ്രവർത്തനം തുടങ്ങി. മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് മുൻ സെക്രട്ടറിയും രക്ഷാധികാരിയുമായ പുരുഷോത്തമൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കവിത ഗോൾഡ് ചെയർമാൻ രാജഗോപാൽ, ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് കവിത ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 17 വരെ 0% പണിക്കൂലിയിൽ ഉപഭോക്താക്കൾക്ക് ആഭരണം പർച്ചേസ് ചെയ്യാം. 45 വർഷത്തിൻ്റെ മുകളിൽ പാരമ്പര്യമുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 9ാമത്തെ ഷോറൂമാണ് നമ്മൾ മണ്ണാർക്കാട് ഇന്ന് ശ്രീ ബഷീർ അവർകൾ, മുനിസിപ്പൽ ചെയർമാൻ ബഷീർ അവർകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നൂതനമായ കളക്ഷൻസും സെലക്ഷൻസാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഈ മണ്ണാർക്കാട്ട് പ്രബുദ്ധരായ കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ പാലക്കാടോ അതല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോകേണ്ട ആവശ്യമില്ല. അതിന് ഇൻ്റർനാഷണൽ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഇവിടെ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ളത്.